വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ ഇട്ടിട്ടാക്കുന്നതല്ല പോയിനിത്. ഞാൻ പോകുന്നത് പപ്പ പോകുന്നത്. നീ നാളെ വരുന്നതല്ലേ? ഇല്ല, ഉമ്മ ഉണ്ട്, ഇതാ നിന്റെ ചുമടുണ്ട്. ഹലോ മത്ത് മണീസ്, അസ്സലാമു അലൈക്കും. നമ്മള് ഇപ്പൊ മാവേലിക്ക് സമമായി. കാരണം എന്റെ പൊന്നുമോനെ വന്നേക്കല്ലടാ മുത്തേ. കാരണം വീഡിയോ ആണ്ടിലൊരിക്കലായി എന്റെ. പിന്നെ അതൊക്കെ പെട്ടു ആണ്ടിലൊരിക്കലായെന്ന് വെച്ചാൽ അതൊക്കെ മതി അല്ല. ഇടയിലിട്ട് വെറുപ്പിക്കുന്നതിന് നല്ലത് ഇതല്ലേ. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ ഞാൻ കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കുറെ ആൾക്കാർ എന്നോട് പരാതി പറയലുണ്ട്. ക്ലാസ് ഇട്ടനല്ല, പരാതി പറയലുണ്ട്. നിങ്ങൾ എന്തിനാ വീഡിയോ കട്ട് ചെയ്യുന്നത്? ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്നാ. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചൂടാവുന്നത്, കട്ട് ചെയ്യണ്ടേ, ഫുള്ള് വീഡിയോ ഇടണമെന്ന്. ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പഴയ വ്യൂസിനൊക്കെ ഇപ്പൊ 5000 വ്യൂസ് 40,000 വ്യൂസ് ഒക്കെ കിട്ടിയൊന്നും ഇല്ല. ഇപ്പൊ കിട്ടുന്ന 500 100ഒക്കെയാണ്. എങ്കിലും എന്നോട് ചൂടാവുന്നത്. അപ്പൊ എനിക്കൊന്ന് 100 പേരിൽ 50 പേര് നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അപ്പോ ബായ് നമ്മളിപ്പോ പോകുന്നതെന്ന് വെച്ചാല് പെരുന്നാളായില്ലേ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോപ്പിംഗിൽ പോയി, പിന്നെ എനിക്ക് തൃപ്തിയായില്ല എന്നും പറഞ്ഞ് കാസർഗോഡ് വേറെ എവിടെ നിന്നും അടുത്ത്. ഇപ്രാവശ്യം എനിക്കെടുത്ത മറ്റേ G&G ഉപ്പള അവിടെ ഒന്ന് നോക്കാം എന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ബാക്കി അറിയില്ല ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കളക്ഷന്. എനിക്കുള്ളതല്ല, മെയിനായിട്ട് ഇപ്പം നമ്മുടെ മക്കളുടെ കാര്യമാണ് മെയിനായിട്ട് എനിക്ക് കിട്ടേണ്ടത്. നമ്മളൊക്കെ പിന്നെ മാഷാ അല്ലാ 30 പെരുന്നാൾ ആഘോഷിച്ചില്ലേ അല്ല. മക്കൾക്ക് പുതുതല്ലേ, ആകെ 4 വർഷമോ 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ പെരുന്നാൾ നല്ല അടിപൊളിയാക്കുക എന്നുള്ളതാണ്. എന്ത് പറയുന്നേ? എന്തെങ്കിലും പറയേ നീ. എന്നിങ്ങനെ ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും പറയേ. അതുകൊണ്ട് ബിസ്ക്കറ്റ് ഒന്നും കാര്യമൊക്കെ ഉണ്ട്, നീ പറയേ, തുറന്ന് പറയേ. അത് സാരമില്ല, നിന്നെ അറിയാത്ത പ്രേക്ഷകരൊന്നല്ലല്ലോ. നീ കച്ചറിയാന്ന് എല്ലാവർക്കും നീ പേടിക്കണ്ട. ഓലോ സുബാൻ കേസരി പറടി. എന്റെ പൊന്നെ എന്തൊന്നും മോന്തേടി അത് പറടി. പിന്നെ ഒരു കാര്യം അറിയോ? ഇന്നലെ രാത്രി ഫുഡും കഴിച്ചിട്ട് ഇവൻ വോമിറ്റ് ചെയ്തു. 1 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം 3 പ്രാവശ്യമായി. പിന്നെ കിടന്ന് ഞാനൊരു 12 മണിയാകുമ്പോ കുളിക്കാൻ പോയിട്ട് വരുമ്പോണ്ട് വീണ്ടും ഇവൻ വോമിറ്റ് ചെയ്യുന്നു. പിന്നൊന്നും നോക്കിയില്ല. രാത്രി ഡോക്ടർമാർ ഉണ്ടാവില്ല എന്ന് വെച്ചൊരു 4 മണി വരെ പിടിച്ചെന്നു. ഏകദേശം ഒരു 9 ടൈം എന്തോ വോമിറ്റിങ് ചെയ്തു കുറച്ചായിട്ട്. പിന്നെ നേരെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ ഇന്ന് സ്റ്റോറി ഇട്ടായിരുന്നത് ഇൻസ്റ്റയില്. ചിലപ്പോ ഈ വീഡിയോ റിലീസ് ആകുമ്പോ സ്റ്റോറി കാണുമെന്ന് അറിഞ്ഞൂടാ. നാളെ ആയിരിക്കും വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മഴക്കാലം തുടങ്ങുമ്പോ തന്നെ മക്കൾ ആശുപത്രിയുടെ വരാന്തയിൽ എത്തിച്ച്. ഇനി എത്രയൊക്കെ പോകാനുള്ളതാണെന്ന് പഠിച്ചോനെ, അസുഖമൊന്നും വരുത്തല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോ നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക ആദ്യമാണ്. അവര് ചെറുതായിട്ടൊന്ന് തുമ്മിയാൽ പോലും നമ്മുടെ മനസ്സൊന്ന് പതറും അല്ലേടാ ഇതാനോ. നമുക്കെന്ത് വന്നാലും നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് മക്കൾക്ക് വരുമ്പോ നമ്മുടെ ഉള്ളു സാറ്റിസ്ഫൈഡ് അല്ല മാൻ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വിചാരിക്കലുണ്ട്. അത് നീ ക്യാമറയ്ക്ക് തിരിഞ്ഞു പറയേ. പറയടി, നീ ഒരുമാതിരി ആക്കല്ലേ പ്ലീസ്. പറയേ ക്യാമറ തിരിക്കുന്നേ. ഇട്ട ഷോളെല്ലാം മതി, നേരെ ഇട്ടിട്ടുണ്ട്. നീ വെറുതെ കള്ളം പറയൊന്നും വേണ്ട. നീ ഇത് തിരിക്ക്. നീ നിന്നെ കാണിച്ച് സംസാരിക്കുന്ന ചോക്ലേറ്റ് തിന്നിട്ടാണ് ഈ എല്ലാ പ്രശ്നം വരുന്നത്. അലേസാനോ ചോക്ലേറ്റ്സ്, മാഗി, ഫ്രൂട്ടി അല്ല. അതന്നെ ഈ ചോക്ലേറ്റ് ഇതെല്ലാം. ഞാൻ ഒന്നാമത്തെ കാര്യം, അനിയൻ നാട്ടിൽ വന്ന് ചോക്ലേറ്റ്സിന്റെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത് ഞാൻ ഇടക്കെടുത്ത് കൊടുക്കല് മോശമാണെന്ന് അറിയാം. പക്ഷെ എപ്പോ ഞാൻ പുറത്തു പോയാലില്ലേ, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോ ഇവര് ഒന്ന് പൊക്കിയടി. ഇട്ടനാ ആദ്യത്തെ കരാറ് പഞ്ചായത്തില്, പെട്ടെന്ന് പറഞ്ഞ വില്ലേജില്. നമ്മുടെ വീടിന്റെ
വീടിന്റെ സ്ഥലം അളന്ന് നോക്കിയപ്പോ കുറച്ച് കാടുള്ള ഏരിയ അല്ലേ, അങ്ങനെ അവര് ലിസ്റ്റ് ഇട്ടപ്പോ ഞങ്ങൾക്ക് ഏകദേശം 10 സെന്റോളം കുറവ് കണക്കെടുത്ത് നോക്കുമ്പോൾ. അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ വിളിച്ച് സംസാരിച്ചു. നമ്മുടെ അവിടെ അളന്ന് നോക്കാൻ വരുന്ന അതിന്റെ മെയിൻ ആളോട് സംസാരിച്ചു. എന്താ ആളോട് സംസാരിച്ചു. അങ്ങനെ ഇപ്പൊ അതിന്റെ പേപ്പറെല്ലാം ആയിട്ട് അങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് 10 സെന്റ് പോവാന്ന് വെച്ചാൽ ചില്ലറ കാര്യം വല്ലാണോ? 10 സെന്റാ എന്റെ മോനെ. തുടങ്ങി. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി അല്ലടാ. ഇനി വണ്ടിയിൽ പൊളിക്കാൻ ഒരു സ്ഥലം ബാക്കി മതി പൊളിച്ചെടുക്കാൻ ഒരു ബാക്കിയില്ല. ഇതുണ്ടല്ല, ഇവർക്ക് കീബോർഡാണ് കമ്പ്യൂട്ടറിന്റെ. ഇത് തിരിക്കുക, മറിക്കുക, ഞെക്കുക, അമർത്തുക. ഇതെന്തോന്ന് ഇതെന്താ ബ്രൈറ്റ്നസ് ഓഫ് ആവുന്ന? എടാ, വാട്ട് ആർ യു ഡൂയിങ്? അതിങ്ങനെ ഇട്ടിട്ടാക്കുന്നതല്ല പോയിനിത്. ഇത് എത്രയായി വെയിൽ കൊള്ളുന്ന? ഇനിയിപ്പോ ചെറിയ തണുപ്പ് വന്നല്ലേ, കൈയൊക്കെ പൊട്ടാൻ തുടങ്ങും. എന്റെ ബാഗിൽ എപ്പോഴും വാസ്ലൈന് ഫിക്സ് കൊണ്ടെടുക്കും. എന്തുകൊണ്ടാന്നറിയോ? മതിയടാ. ഏതാ എക്സ്പ്രഷൻ? ബാബിഷോ പാപ്പിന് ഏറ്റവും ഇഷ്ടം ആരാ? പാപ്പിക്ക് ഏറ്റവും ഇഷ്ടം പപ്പാനെ മമ്മാനെ? പപ്പാനെ? ആരാ? നിനക്ക് ഇഷ്ടം ആരാ? ഇസാനോ, പപ്പാനെ, മമ്മാനെ? അതിനെത്ര ആലോചിച്ചിട്ട് ചെല്ലി? എന്താ നീ എപ്പോഴും ആലോചിക്കലില്ലല്ലോ? ഐ ലവ് യു. ഇത് വെള്ളം നല്ലില്ല, ഞാൻ മിനിന്ന് വെച്ചതരാ. ഐ ലവ് യു. നീ എന്തിനു ബാഗ് ഓർക്കുന്ന? ബാഗ് വിട്. ബാഗിലൊന്നുമില്ല. നിനക്ക് രാവിലെ മുതൽ പൈസ എടുക്കാനാ? പൈസ എടുക്കുന്നതിന് പൈസ നിനക്ക് വേറെ വെപ്പത്ത് തരാം. ഓക്കെ. നല്ല ഹെവി പാർക്കിങ്. ഇവിടെ വെച്ച് ഫൈൻ ചെയ്യുന്ന പഠിച്ച എമ്പരാനറിയാം. മിനിഞ്ഞാന്ന് മോനൊരു ഡ്രസ്സ് മേടിച്ചായിരുന്നു. അതിന്റെ സൈസ് ആവുന്നില്ല, ചേഞ്ച് ചെയ്യാൻ പോയിട്ട് വരുന്ന വരവാ. 5 പൈസക്കില്ല സൂം ചെയ്താലല്ലേ? എന്താ പറഞ്ഞ? എന്തിന് ഷോപ്പ് ഏതെന്നാ? Papi. കർത്തരുവ ചേട്ടുന്നില്ലേ? എത്ര ഫോണുണ്ട് പാപ്പി പോയാ? ഡ്രസ്സെല്ലാം എടുത്ത്, പക്ഷേ വീഡിയോ മാത്രം എടുത്തില്ല. വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാല് ഭയങ്കര തിരക്കായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഡ്രസ്സെല്ലാം ഇവക്കാണ് സെലക്ഷൻ കിട്ടാത്തത്. 1000 ഇട്ട് നോക്കി, 1000. എന്റെ പൊന്നെ. നീ എന്ത് ചെയ്യുന്ന? എന്തായാലും വണ്ടി ഇവിടുന്ന് മാറ്റാടാ. AC ഇട്ടിനി. ఎంత పప్ప కన్ని పప్ప അല്ല ഇസാന? ഇസാന്റെ ഡ്രസ് ടോപ്പ് അതിനെക്കുറി പേരുന്നൊക്കെ അടിപൊളി. ഇസാൻ ഇതാന്റെ ഡ്രസ് ടോപ്പ് ആയില്ല, 4000 സംതിങ് കൊടുത്തിന്. അതെന്താ എടുത്തു പറയാത്ത?
അല്ലേ സാനോ പപ്പാന്റെ പിസ്സത്തൊക്കെ ഇടാവല്ലേ അപ്പൊ 4000 5,000 എല്ലാം ഇമ്പോർട്ടഡ് ഷർട്ട് ഇന്നർ പിന്നെ പാന്റ് അതുപോലെ തന്നെ ഒരു ചെയിന് ഷൂ സ്പെക്ക് വണ്ടി ഉണ്ടോ ഇല്ല ആ മാല തന്നെ അതന്നെ ചെയിന് അങ്ങനെ ഇസാന്റെതൊക്കെ സയാന്റെതൊക്കെ പിന്നെ അത് ഇത്ര നേരം ഞാൻ ആ റിക്ഷ ഫോളോ ആക്കിയത് ഇർഷാന്ന് മീനത്തുണ്ടായി ആ റിക്ഷ ഇർഷാന്ന് വെച്ചാല് ഇവളെ ആങ്ങളെ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഉപ്പള ടൗണിൽ ഓട്ടോ ഓടുന്ന കേട്ടാ പിന്നെ ഇത് കിതക്കാറ് നമ്മുടെ നാട്ടിൽ ഹോട്ടൽ ഉണ്ടല്ലോ മന്തി മേക്കറാണ് ഇപ്പൊ ഹോട്ടലായി മന്തി മേക്കറാണ് ഇപ്പൊ അവരുടെ എന്തോ സ്ഥാപനം നല്ല പൈസയാ മന്തി മേക്കർ എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഒന്നല്ല 10,000-50,000 രൂപയാ ശമ്പളം ഞാനും പഠിക്കാൻ പോവാ അസിസ്റ്റന്റ് ആയിട്ട് 50,000 രൂപ എന്റെ മോനെ ആകെ ഒരു 4 മണിക്കൂർ ഉള്ളിയും മറ്റത് അലക്കി കൊടുത്താൽ മതിയല്ലോ ട്രാഫിക് സിദ്ധിക്കുന്നുണ്ട് അപ്പോ നമ്മള് അങ്ങനെ പെരുന്നാളിന്റെ പരിപാടി കഴിഞ്ഞ് ഇവൾക്ക് കുറെ നോക്കി ഒന്നും നടക്കുന്നില്ല പിന്നെയും നോക്കി അത് നടക്കുന്നില്ല അവസാനം അവൾക്ക് ഒരു പ്രാവശ്യം പറയുന്നത് അനാർക്കലി വേണ്ടെന്ന് പിന്നെ ഒരിക്കൽ പറയുന്നത് ടോപ്പ് മതി അത് ഇത് തന്നെയത് അവിടെ വെള്ളം കൊടുത്ത കട്ടിക്കില്ലേ പെട്രോള് നമുക്ക് ശരിയാവുമ്പോ നടിക്കാലേ നിന്റെ ഔത്താ നീ ഔത്ത് വിടാൻ കാല വേണ്ടെന്നില്ല ഡ്രസ് കൊണ്ടുവന്നിട്ടാണ് ചോറാ നിന്റെ പേരിലാ വേണ്ടപ്പാ അവിടെ ഭയങ്കര പെട്രോള് അപ്പൊ പിന്നെ ഞാന് അപ്പുറത്ത് തന്നെ അടിക്കേണ്ടി വരും അത് നീ തിരിച്ചു പിടിച്ചെങ്കിൽ നിന്റെ സ്റ്റാൻഡ് അല്ല എന്ത് എത്ര പ്രശ്നം വരില്ല അങ്ങനെയല്ല ഞാൻ ക്യാമറ തിരിക്കണം ഇപ്പൊ ഓക്കെ അത് വിട് പിന്നെ എന്റെ അതാ സ്റ്റാൻഡ് പോയതുകൊണ്ടല്ലേ സ്റ്റാൻഡ് മൈൻഡ് ചെയ്തില്ല വെയിലത്ത് വെച്ചിട്ട് സ്റ്റാൻഡ് തേഞ്ഞു മേഞ്ഞു പോയി മക്കളെ പിന്നെ ഞാന് അങ്ങനെ എനിക്കാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഡ്രസ്സ് എടുക്കാതുള്ളത് പാട്ട് വിളിട്ടോ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ ഞാൻ എടുക്കൂട്ടാ എനിക്കെന്തോ അവരുടെ പെരുമാറ്റം പിന്നെ ഒരു കാര്യം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന എന്താണെന്നറിയോ നമ്മളിപ്പോ ഒരു 4,000-5,000 ബില്ല് ഒരിടത്ത് പോയിട്ട് ആക്കിയാൽ ഞാൻ ഇപ്പൊ 3 ഷോപ്പിൽ കയറി ഇറങ്ങിയതാ ഒരു 5,000 ബില്ല് നമ്മൾ ആക്കിന്ന് വെക്കാം ആക്കി കഴിഞ്ഞാല് മറ്റേ ഷൈൻ ഔട്ട്ഫിറ്റില്ലേ അല്ല ഔട്ട്ഫിറ്റിൽ എന്ത് ഒരു ഷംനാണ് അൽത്താഫ് ഷംനാണ് ബില്ലാക്കിയാലും ഉണ്ടല്ലോ നമുക്ക് ഓൾറെഡി ഉള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് തരലുണ്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് അതിപ്പോ ഞാൻ പറഞ്ഞ ജിയാൻജിയിൽ പോയപ്പോഴും അതാണ് ജിയാൻജി G7 അതെ G7 അല്ല ജിയാൻ G7 അങ്ങനെ പോയപ്പോഴും എനിക്ക് കിട്ടിയ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഭയങ്കര ലാഭത്തിനാ സാധനം കിട്ടുന്ന അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എവിടെ ചെന്നാലും നമുക്ക് ആകെ അങ്ങനെ ഒരു ബെനിഫിറ്റ് തരാത്തത് ഹോട്ടലിൽ മാത്രമാണ് എക്സ്പോ കഴിഞ്ഞല്ലേ അപ്പൊ മക്കളെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് നല്ല മീൻകറിയും നീ എന്നെ മാത്രം കാണിക്കലേ നീ എന്റെ അതുകൊണ്ട് കാര്യമില്ലാന്ന് ഈ സിനിമ നടിമാരൊന്നുമല്ലല്ലോ നമ്മള് മേക്കപ്പ് ചെയ്ത് അടിച്ചു പൊളിച്ച് നിൽക്കാനായിട്ട് നമ്മുടെ നിത്യേനയുള്ള സംഭവങ്ങൾ കാണുമ്പോ ചിലപ്പോ മേക്കപ്പ് ഇല്ലാതെയൊക്കെ ഇരിക്കും എന്റെ വീടിന്റെ ആ ഒരു പശ്ചാത്തലം കൊള്ളാത്തോണ്ട അല്ലെങ്കിൽ മോളെ ഞാൻ രാവിലെ എണീറ്റ് പല്ലൊടുക്കുന്ന മുതലുള്ളത് ഞാൻ കൊണ്ട് കാച്ചിയേനെ അറിയോ എന്തായാലും ഞാൻ ഫിഷ് തന്നിട്ട് വരാം ഞാൻ പോകുന്നത് പപ്പ പോകുന്നത് നീ നാളെ വരുന്നതല്ലേ ഇല്ല ഉമ്മ ഉണ്ട് ഇതാ നിന്റെ ചുമട് ഉണ്ട് പാപ്പിശോ രിജുമുണ്ട് പാപ്പിശോ 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 ഇതാ പാപ്പിശോ ആ ഞാൻ പോയിട്ട് വരുന്നതാണോ വണ്ടിയിലാ അവനെടുത്തോ കൊറേ കാലിൻ്റെ അടിയാ കുറേ നാളിന് ശേഷമല്ലേ ഞാനിപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് വന്നേ നീയോ അല്ലേ പേഴ്സ് മൊബൈലെല്ലാം എടുത്താ മൊബൈൽ കയ്യിൽ തന്നെ ഉണ്ട് അതെ വലിയ സ്വർഗം സംഭവം എന്താ പറയുക നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി റീലാക്കുന്നത് ഫുഡിൻ്റെ ടേസ്റ്റിൽ അങ്ങനെ വേറെ എന്ത് സർട്ടിഫിക്കറ്റ് പൊരല് കൊടുക്കാനാ
സർട്ടിഫിക്കറ്റ് പോയിട്ട് കൊടുക്കാനാ? നിങ്ങൾക്ക് ഈ കവർ വേണ്ടുന്ന റിക്ഷക്ക് മൂടണം. ഏത്? അത് പള്ളി പറഞ്ഞാൽ മതി, തൽക്കാലം കാറിലിരിക്കട്ടെ. എണ്ണം വീട്ടിൽ അല്ലെന്ന് ഷർട്ട് വേണ്ടേ നിനക്ക്? ഷർട്ടല്ല, അത് ഉമ്മ കൊടുക്കാനാ? അവിടെ ഫയൽ കൊടുത്തല്ലേ വില്ലേജില്? ആ ഇൻഷാല്ലാ. അതെൻ്റെ റിസുമുത്ത്. നാളെ ബസ് ഏനാ? ഒരു മിനിറ്റ്. ഗെയിൻസ് കയറിയില്ല കയറുമെന്നെ എന്നാ? ആ അങ്ങനെ ഉപ്പളത്ത് ബാക്ക് പോകണ്ട. ബേനെ അവരെ കിടാക്കക്ക് കൃഷ്ണന്റെ റിക്ഷ അല്ലേ ഇവിടെയുള്ള? ഉണ്ട് ഇപ്പൊ ഇവിടെ വേറെ റിക്ഷ ഓട്ടുന്നതാ. അങ്ങനെ ഓക്കെ. അപ്പൊ നമുക്ക് തെറിക്കല്ലേ? എന്ത് പറയ്? എന്ത് കട്ടാക്കണ? കട്ടാക്ക ഇപ്പൊ വരാ. അപ്പൊ പിന്നെ എന്താക്കുന്നത്? ഇന്ന് തൽക്കാലം ഉപ്പളത്ത് പോകുന്നതല്ലേ, നീ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ റെഡി ആക്കാം ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ആരത്? മാറ്റിക്കോ റിസു. അപ്പൊ ഞാന് പരിപാടിയെല്ലാം കഴിഞ്ഞു ഇൻഷാല്ലാ. ഞാൻ തെറിക്കാട്ടാ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സുലായി. അസ്സലാമു അലൈക്കും.